മക്കളെ രണ്ട് രീതിയിൽ കാണുന്ന അമ്മ കൗൺസിലിംഗ് സമയത്ത് പലപ്പോഴായിട്ട് പല പെൺകുട്ടികളിൽ നിന്നൊക്കെ കേൾക്കാറുള്ള ഒരു പരാതിയാണ്. നമ്മളൊക്കെ പറയാറുണ്ട് എൻ്റെ കുട്ടികൾ എനിക്ക് ഒരുപോലെയാണെന്നൊക്കെ മാതാപിതാക്കൾ പറയാറുണ്ട്. പക്ഷെ എല്ലാവരുടെ കാര്യത്തിലും അത് ശരിയല്ല. ഈ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആളുകളൊക്കെ മക്കളെ രണ്ട് തരത്തിൽ കാണുന്ന ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ ലോകത്തെ പരിചയിച്ച് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവരുടെ മൈൻഡ് സെറ്റിനകത്തേക്ക് ഞാൻ മാറ്റി നിർത്തുന്ന ഒരാളാണ്, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരാളാണ് എന്നൊരു മൈൻഡ് സെറ്റ് ഇവരിൽ രൂപപ്പെടുന്നുണ്ട്. ഇവർ വളർന്നു വരുമ്പോൾ ഇതിലൂടെയാണ് ഇവർ വളർന്നു വരിക. ഇങ്ങനെ വളർന്നു വരുന്ന പെൺകുട്ടികളൊക്കെ പെട്ടെന്ന് ഏതെങ്കിലും റിലേഷൻഷിപ്പുകളൊക്കെ അകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർ സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടികളാണ്. അവർക്ക് വേഗം ആരെങ്കിലും ഒരു സ്നേഹത്തോടെ ഒരു തലോടലോ ഒന്ന് കൈകാട്ടി വിളിക്കുകയോ ചെയ്താൽ വേഗം അതിലേക്ക് ചെന്നുപെടാൻ സാധ്യത കൂടും. ഇത്തരം പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാലോ ഏറ്റവും ടോക്സിക് ആയ ഭർത്താവാണെങ്കിൽ പോലും അവിടെ സഹിച്ച് കടിച്ചു തൂങ്ങി നിൽക്കും. സ്വന്തം വീട്ടിലേക്ക് പോയാൽ അവിടെ ഒരു അത്താണി ഇല്ല എന്ന ആ ഒരു ബോധ്യത്താൽ എത്ര ടോക്സിക് ആയാലും അവിടെ പിടിച്ചു നിൽക്കും. ചിലരൊക്കെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്താനുള്ള സാധ്യതകളും കൂടാറുണ്ട്. ഈ ആൺകുട്ടികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർ മദ്യത്തിൻ്റെയും ലഹരിയുടെയൊക്കെ പിറകെ പോകാനും അവരെ സ്നേഹത്തോടെ വിളിക്കുന്നവരുടെ കൂടെ പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ചിലരൊക്കെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, അതായത് സമൂഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കുട്ടികളൊക്കെ ആയി മാറാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കുട്ടിക്കാലം എന്നത് ഒരു വ്യക്തിയുടെ നാളെയുടെ അടയാളപ്പെടുത്തലാണ്. അത് ഏറ്റവും മനോഹരമാക്കി മാറ്റാനുള്ള ശ്രദ്ധ കൊടുക്കുക, അതിനുവേണ്ടിയ കൈകാര്യങ്ങൾ ചെയ്യുക. ആരെയും രണ്ട് കണ്ണുകൊണ്ട് മാറ്റി നിർത്തി കാണാതിരിക്കുക.